വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ രണ്ട് സ്ഥലത്തേക്ക് പോകണം. അമ്മയ്ക്ക് വേറെ ഹോസ്പിറ്റൽ, ഞാൻ വേറെ ഹോസ്പിറ്റൽ. അപ്പോൾ രാവിലെ തൊട്ട് വീഡിയോ എടുത്തു. മഴ കാരണം നമുക്ക് വല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് ഇന്ന് ലീവായിരുന്നു. അപ്പോൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകാൻ നേരത്ത് എന്നാൽ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ഇതാ കുട്ടൂസിന് ഉറങ്ങുകയാണ്. ആള് കഴിച്ചുകൊണ്ടേ കിടന്നുറങ്ങണേ, തിന്നുകൊണ്ടിരുന്ന് ഉറങ്ങുവാ അല്ലേ കുട്ടാ? ആള് മയക്കത്തിലാണ്. ഞങ്ങൾ ഹായ് പറ, ഹായ് പറഞ്ഞേ. ആള് ഉറക്കത്തിലാണ്, ആൾ ഇവിടെ ഒന്നും അല്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരാം. ബൈ. ഇന്ന് ഇച്ചിരി ബീഫ് വാങ്ങിയിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൊത്തും ചെറുള്ളി ചതച്ചതും സബോളയും തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇച്ചിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ബീഫിനുള്ള മസാലക്കൂട്ടാട്ടോ ഇത് കാണുന്ന റെഡിയാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കും. വറുത്തെടുത്തതിന് ശേഷം നമ്മൾ കല്ലിൽ വെച്ച് കുത്തി പൊടിക്കും. മിക്സിയിൽ പൊടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും പൊടിക്കാറുണ്ട്. അപ്പോൾ അമ്മ ഇരുന്ന് പൊടിക്കും. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് കൈവേദന എടുക്കുമ്പോൾ ഞാൻ മാറി പൊടിച്ചു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവസാനം കുത്തി അവസാനം പൊടിയായി. നന്നായി വറുത്തെടുത്താണല്ലോ, അപ്പോൾ വേഗം പൊടിയാവും. അത് കഴിഞ്ഞ് നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചു. ഉരുളിയിലാട്ടോ ഞങ്ങൾ കൂടുതലും ബീഫൊക്കെ കറി വെക്കാറ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു, അതിനകത്തേക്ക് കടുക് ഇട്ടു. അപ്പോൾ കടുക് പൊട്ടുന്നതാണിത്. അപ്പോൾ ഞങ്ങൾ ഉലുവയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഉലുവ ഇല്ല, ഉലുവ തീർന്നു പോയായിരുന്നു. സാധാരണ ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ബീഫിലൊന്നും ഉലുവ ചേർക്കാറില്ല, ചിക്കനിലൊന്നും മീനിലൊന്നും ഉലുവ ചേർക്കാറില്ല. പക്ഷേ ഞങ്ങൾ നിർബന്ധമായിട്ടും ബീഫിലും ചിക്കനിലും മീനിലും ഉലുവ ചേർക്കാറുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പില മൂപ്പിക്കാനായിട്ടിട്ടു. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ഇടും. പെരിഞ്ചീരകം കുറച്ച് ടേസ്റ്റ് കൂട്ടുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെരിഞ്ചീരകം മൂത്ത് വരുമ്പോൾ നമ്മൾ ഇച്ചിരി തേങ്ങാക്കൊത്ത് ചേർക്കും അതിനകത്തേക്ക്. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് സാധാരണ ബീഫിലും ചിക്കനിലും തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല രുചി ഉണ്ടാവും കഴിക്കാനൊക്കെ ആയിട്ട്. ആ തേങ്ങാക്കൊത്ത് അതിൻ്റെ കൂടെ, ബീഫിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ അത് കുഞ്ഞിലേ മുതൽ നമ്മൾ ശീലിച്ചതുകൊണ്ട് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ എന്തായാലും തേങ്ങാക്കൊത്ത് ഞങ്ങൾ ഇടുക എന്നുള്ളതൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യം. അപ്പം ഇനി അത് നമ്മൾ നന്നായിട്ട് മൂപ്പിക്കും. നമ്മൾ പച്ചയായിട്ട് ചിലർ ബീഫ് വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ചേർക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ നേരെ ഇടും, എന്നിട്ട് അതിൽ വറുത്തെടുക്കും, മൂപ്പിച്ചെടുക്കും നന്നായിട്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇച്ചിരി മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ അതിന് കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് എടുക്കാൻ വിട്ടുപോയതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി. തേങ്ങാക്കൊത്തും മൂത്ത് വന്നപ്പോൾ നമ്മൾ ഒത്തിരി ചെറിയുള്ളി ചതച്ച് വെച്ചത് കാണിച്ചില്ലായിരുന്നു ആദ്യമേ. അപ്പോൾ അത് ചേർത്തു, സബോളയും ചേർത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി അതിനകത്തേക്ക് ഇച്ചിരി മുളക് പൊടി ചേർത്തു. നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരുപാടിട്ട് ഒത്തിരി എരിയും, പിള്ളേരൊക്കെ കഴിക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി. ഏകദേശം ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് സബോളയും ചെറുള്ളിയൊക്കെ ചതച്ചത്. അതിൻ്റെ ഇടയിൽ ചാച്ചി ഇറങ്ങി വന്നതാണ്. പിന്നെ ഇവിടെ തന്നെ ഉണക്കി പൊടിച്ച മല്ലിപ്പൊടി അതും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മല്ലിപ്പൊടിയും ചേർത്തു. കണ്ടോ. പിന്നെ നമ്മൾ ഈസ്റ്റേൻ്റെ ഗരം മസാലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പൊടിച്ച് വെച്ച മസാല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേർക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്. നമ്മൾ നമ്മൾ പൊടിച്ച് വെച്ച മസാല ചേർക്കുമ്പോൾ കുറച്ച് പൊടി മതി ഇതിന്. അപ്പോൾ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കേട്ടോ അതിനകത്തേക്ക്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വിനാഗിരിയാണ്. പിന്നീട് സാധനം ഇട്ടില്ലായിരുന്നു, നമ്മൾ തക്കാളി ലാസ്റ്റ് നമ്മൾ ഇടാറുള്ളൂ. നമ്മൾ ഒരുപാട് തക്കാളിയൊന്നും യൂസ് ചെയ്യാറില്ല, കുറച്ച് തക്കാളി മാത്രമേ യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് എടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ ബീഫ്. കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച ബീഫ് നമ്മൾ അതിനകത്തേക്ക് ഇട്ടു.
അപ്പോൾ നമ്മൾ കൂടുതലും നെയ്യ് വാങ്ങാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ബീഫിൻ്റെ കൂടെ കൂടുതലും നെയ്യ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ ഫ്ലേവറെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ബീഫ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ചോദിച്ച് തന്നെ ബീഫിൻ്റെ നെയ്യും കൂടെ എക്സ്ട്രാ വാങ്ങും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണയൊക്കെ മതിയല്ലോ നമ്മൾ അതിനകത്തേക്ക് ഇടാം. അപ്പോൾ കണ്ടോ തിളച്ച് വരുന്നത് കണ്ടോ. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അത് അമ്മ കുറേ നേരം ഇട്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ വറ്റി വരണം, നമ്മൾ നല്ലോണം വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല ഇടി പൊട്ടി നല്ല മഴ പെയ്യുന്നുണ്ട്. സമയം ഒരു 12:30 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മ ചെറിയ കോമഡിയൊക്കെ പറയുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് എല്ലും വാങ്ങിയായിരുന്നു ബീഫിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് കപ്പയുണ്ട്, അപ്പോൾ എല്ലും കപ്പ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അമ്മ എല്ല് കഴുകിയിട്ട് ബീഫ് വേവിച്ച കുക്കറിൽ തന്നെ നേരെ എല്ലിട്ടു. അതിനകത്തേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടു, കുറച്ച് കറിവേപ്പിലയൊക്കെ മുറിച്ച് ഇട്ടു. അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തു. കുറച്ചധികം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കും കേട്ടോ എല്ലും കപ്പ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലും ഉണ്ട്, കുറച്ച് കഷ്ണമൊക്കെ ഉണ്ട്, കുറച്ച് നെയ്യുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു. ഇപ്പോൾ നമ്മൾ ഇത് വേവിക്കുമ്പോൾ തന്നെ ഇടുവാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ കുറച്ച് ബീഫ് മസാലപ്പൊടി ഇട്ടു. കൂടുതൽ ഞങ്ങൾ ഈസ്റ്റൻ്റെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്തു. പിന്നെ സബോള അരിഞ്ഞിട്ടു. നമ്മൾ ഇത് വേവിക്കുമ്പോൾ തന്നെ സബോളയൊക്കെ അരിഞ്ഞിടും, വഴറ്റിയിടാറില്ല. പിന്നെ നേരെ മിക്സ് ചെയ്യാറേ ഉള്ളൂ കപ്പ വേവിച്ചിട്ട്. അപ്പോൾ നമ്മൾ സബോള അരിഞ്ഞിട്ടു. അമ്മയുടെ കൈ കൊണ്ടാണ് കൂടുതൽ അരിയാറ്. അപ്പോൾ കൈ കൊണ്ട് അരിഞ്ഞിട്ടു. എന്നിട്ട് നന്നായിട്ട് നമ്മൾ തവി വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കും. കണ്ടോ, നന്നായിട്ട് യോജിപ്പിച്ചു. എന്നിട്ട് നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വെക്കും. അപ്പോൾ കുക്കറിൻ്റെ അടുപ്പെടുത്ത് അടച്ചു. അപ്പോൾ അടുപ്പ് കത്തിച്ച് നമ്മൾ അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ കാര്യം അപ്പോഴാട്ടോ ബീഫിൻ്റെ കാര്യം മറന്നുപോയത്. അപ്പോൾ അത് വേഗം അടുപ്പ് തുറന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി അടിപൊളിയായി. ഏകദേശം നമ്മൾ ഇറക്കാൻ പാകത്തിനുള്ളതായി. അപ്പോൾ അമ്മ എനിക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ എൻ്റെ കയ്യിലേക്ക് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. കൈ ഇങ്ങനെ കാണുന്നതാ, 2 കാണുന്നുണ്ട്. നീ ഇട് നോക്കട്ടെ. അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലും കപ്പയ്ക്കുള്ള കപ്പ നമ്മൾ കുക്കറിൽ വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമ്മൾ എല്ലും കപ്പയും വേവിക്കാൻ വെച്ചു. അതിനിടയിൽ എല്ല് വേവിക്കാൻ വെച്ചത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അമ്മ അത് നന്നായിട്ട് ഇളക്കുവാണ്. അടിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, കരിഞ്ഞിട്ടൊന്നുമില്ല. ഏകദേശം നല്ലോണം വെന്ത് പരുവായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കപ്പയിടും. അപ്പോൾ ഈ കപ്പ ഇടുമ്പോൾ കുഞ്ഞൂസ് ഓടി വരും. അതിൻ്റെ ഇടയിൽ കുഞ്ഞൂസിൻ്റെ കുറച്ച് കോമഡികളും ഉണ്ട് കേട്ടോ. ഇളക്ക് നന്നായിട്ട് ഇളക്ക്. കുഞ്ഞാണ് കപ്പ ഇളക്കുന്നത് ഗൈസ്. കുത്തി ഇളക്കണം. കുഞ്ഞ് പറ, അവരോട് പറ ഇത് കുത്തി ഇളക്കാനുള്ളതാന്നൊക്കെ. ചിക്കനല്ല, ബീഫ്. എല്ല്, ബീഫിൻ്റെ എല്ല്. ആവിയിൽ പറക്കുന്ന കപ്പ. കുഞ്ഞ് കുത്തി ഇച്ചിരി കറിവേപ്പില.
നമ്മൾ വെന്ത കപ്പയൊക്കെ അതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ ഇച്ചിരി ചെറിയുള്ളി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും അരിഞ്ഞിട്ടു കേട്ടോ. പിന്നെ ഇച്ചിരി ചെറിയുള്ളി വെളുത്തുള്ളി നമ്മൾ ഇച്ചിരി ചതച്ച് അതിനകത്തേക്ക് ഇട്ടു. പിന്നെ നമ്മുടെ മസാലപ്പൊടി ചേർത്തു. ഇനി നമ്മൾ നന്നായിട്ട് കുത്തി ഇളക്കണം, അടിയോട് ചേർത്ത് നന്നായിട്ട് കുത്തി ഇളക്കണം. അപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കപ്പയെല്ലാം വേവിക്കുന്നതിന് ഏഷ്യാഡ്, കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. അങ്ങനെ ഇതിന് പല പേരുകളുണ്ട്. നമ്മുടെ കാലങ്ങളായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ട് വരുന്നൊരു ഫുഡാണ്. അതിപ്പോൾ ക്രിസ്ത്യാനികളുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ എല്ലും കപ്പയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ ഇത് തന്നെയായിരിക്കും. ഈ ഇടുക്കിയിലൊക്കെ കോട്ടയത്തൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇത് തന്നെയായിരിക്കും കൂടുതലും. അപ്പോൾ നമ്മളത് കുത്തി ഇളക്കുകയാണ്. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാൽ നമുക്ക് കഴിക്കാൻ ഒരു പരുവമാവണമെങ്കിൽ നന്നായിട്ട് ആ രുചി നന്നായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലും കപ്പയും കൂടെ നന്നായിട്ട് കുത്തി ഇളക്കണം. അപ്പോൾ അമ്മ ഇളക്കണം. ഒന്നാമത് അമ്മയ്ക്ക് കൈക്കൊന്നും വയ്യ. ഞാനും കുറച്ച് ഇളക്കും, അമ്മയും കുറച്ച് ഇളക്കും. നന്നായിട്ട് കുത്തി ഇളക്കണം. അപ്പോൾ അമ്മയ്ക്ക് ചിരി വരുമോ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട്. അപ്പം അങ്ങനെ ഇടയ്ക്ക് ചിരിക്കുന്നുമുണ്ട് ഇളക്കുന്നുമുണ്ട്. അപ്പോൾ ഏകദേശം അത് ഇളക്കി സെറ്റായിട്ടുണ്ടെങ്കിൽ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. സൂപ്പർ. അങ്ങനെ ബീഫൊക്കെ റെഡിയായി, എല്ലും കപ്പയൊക്കെ റെഡിയായി. പിന്നെയാണ് ഓർത്ത് പപ്പടം വറുത്താലോ എന്ന്. അങ്ങനെ ഞങ്ങളിപ്പോൾ പപ്പടം വറുക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ട് പപ്പടം വറുത്ത് പോരുകയാണ്. അപ്പോൾ ഇത് റെഡിയായിട്ട് വേണം കുഞ്ഞിനും കുട്ടൂനും കഴിക്കാനായിട്ട് കൊടുക്കാൻ. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ. കപ്പ വേവിച്ചൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമല്ല, കപ്പയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. കുഞ്ഞു തിന്നുന്നേ? എന്താ തിന്നുന്നേ? ഇടത് കയ്യിൽ തിന്നാതെ വലത് കൈ തിന്നെ. എന്താ തിന്നുന്നേ? കപ്പയും പപ്പടവും. എങ്ങനെയുണ്ട്? കുഞ്ഞൂസൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. എങ്ങനെയുണ്ട്? കറിയൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാ? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. നെല്ലിക്കച്ചാറുണ്ട് കേട്ടോ. നെല്ലിക്കച്ചാറ് എങ്ങനെയുണ്ട്? സൂപ്പറാ? എല്ലാം തിന്നാൻ പോവാണ്. അമ്മ ഉണ്ടാക്കി ബീഫ് കറി അടിപൊളി കേട്ടോ. ഒന്നും പറയാനൊരു രക്ഷയില്ല. ഒന്നും വെക്കുന്നതിനേക്കാളും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു. അടിപൊളി, സൂപ്പർ. അല്ലെങ്കിൽ എന്തൊരു സ്പെഷ്യൽ അല്ലേ? കറിക്കൊക്കെ എന്തൊരു വല്ലാത്തൊരു ടേസ്റ്റ്. അടിപൊളി. നല്ല തേങ്ങാക്കൊത്തും കറിവേപ്പിലയും മല്ലിയില ഇട്ടില്ല. പക്ഷേ മല്ലിയിലൊന്നും കുഴിച്ചാറല്ലോ അല്ലേ? അടിപൊളി. തിന്നിട്ടോ.